ഹലോ, എല്ലാവർക്കും CIT സാമഗ്രിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് 2026 മെയ് 16 മുതലുള്ള ഇമ്പോർട്ടന്റ് കറന്റ് അഫയേഴ്സ് നോക്കാം. 2026 ONV സാഹിത്യ പുരസ്കാര ജേതാവ് എം മുകുന്ദനാണ്. 2026 ONV സാഹിത്യ പുരസ്കാര ജേതാവാരാണ് എം മുകുന്ദൻ. 2025 ജേതാവ് പ്രഭാവർമ്മയാണ്. വിയറ്റ്നാം യുദ്ധത്തിനു ശേഷം ഏറ്റവും ദൈർഘ്യമേറിയ ദൗത്യം പൂർത്തിയാക്കിയ ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലാണ് USS ജെറാൾഡ് ആർ ഫോർഡ്. USS ജെറാൾഡ് ആർ ഫോർഡാണ് വിയറ്റ്നാം യുദ്ധത്തിനു ശേഷം ഏറ്റവും ദൈർഘ്യമേറിയ ദൗത്യം പൂർത്തിയാക്കിയ ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പല് USS ജെറാൾഡ് ആർ ഫോർഡ്. 2026 മെയ് 23 പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ആയുധ നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് ഷിർദി, മഹാരാഷ്ട്രയിലെ ഷിർദിയിലാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ആയുധ നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ ഷിർദിയിലാണ്. അടിസ്ഥാന വേതനം ആവശ്യപ്പെട്ട് നോയിഡയിൽ സമരം ചെയ്തവരെ ഭീകരവാദികളെ പോലെ കൈകാര്യം ചെയ്യരുതെന്ന് നിരീക്ഷിച്ച കോടതിയാണ് സുപ്രീം കോടതി. അടിസ്ഥാന വേതനം ആവശ്യപ്പെട്ട് നോയിഡയിൽ സമരം ചെയ്തവരെ ഭീകരവാദികളെ പോലെ കൈകാര്യം ചെയ്യരുതെന്ന് നിരീക്ഷിച്ച കോടതിയാണ് സുപ്രീം കോടതിയാണ്. അഡ്രിയാന ട്രിജിയാനി എഴുതുന്ന ദി ഗോഡ് ഫാദർ നോവൽ പരമ്പരയിലെ പുതിയ പുസ്തകമാണ് കോണി. CONNIE. അഡ്രിയാന ട്രിജിയാനി എഴുതുന്ന ദി ഗോഡ് ഫാദർ നോവൽ പരമ്പരയിലെ പുതിയ പുസ്തകം ഏതാണ്? കോണി. ദി ഗോഡ് ഫാദർ നോവൽ എഴുതിയത് മരിയോ പുസോ ആണ്. ദി ഗോഡ് ഫാദർ നോവൽ എഴുതിയതാണ് മരിയോ പുസോ. സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഗ്രൗണ്ട് ലോഞ്ച്ഡ് യൂസ് മിസൈലാണ് ഫത്താഹ്. സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഗ്രൗണ്ട് ലോഞ്ച്ഡ് യൂസ്ഡ് മിസൈലാണ് ഫത്താഹ് 4. അതിന്റെ ദൂരപരിധി 750 കിലോമീറ്റർ ആണ്. അപ്പൊ ഫത്താഹ് 4 എന്നുള്ള ഏത് രാജ്യത്തിന്റെയാണ്? പാകിസ്ഥാൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഗ്രൗണ്ട് ലോഞ്ച്ഡ് യൂസ് മിസൈലാണ് ഫത്താഹ് 4. ഇന്ത്യൻ റെയിൽവേയുടെ പരിഷ്കരിച്ച ലോഗോയിലെ നക്ഷത്രങ്ങളുടെ എണ്ണം 18 ആണ്. ഇന്ത്യൻ റെയിൽവേയുടെ പരിഷ്കരിച്ച ലോഗോയിൽ എത്ര നക്ഷത്രങ്ങളാണുള്ളത്? 18 സ്റ്റാർസ് ആണ് ഉള്ളത്. ഇന്ത്യൻ റെയിൽവേ സോണുകളുടെ എണ്ണം എത്രയാണ്? 18 ഇന്ത്യൻ റെയിൽവേ സോണുകളാണ് ഉള്ളത്. 18ാമത്തെ റെയിൽവേ സോൺ ഏതാ? അത് സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ ആണ്. സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ ആണ് 18ാമത്തെ റെയിൽവേ സോൺ. അതിന്റെ ആസ്ഥാനം വിശാഖപട്ടണമാണ്. ആസ്ഥാനം എവിടെയാണ്? വിശാഖപട്ടണം. സൗരോർജ്ജ ഉൽപാദനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ രാജ്യമായി മാറിയത് ഇന്ത്യയാണ്. ആദ്യ സ്ഥാനമുള്ളത് ചൈന, 2ാം സ്ഥാനം യൂറോപ്യൻ യൂണിയനും, 3ാം സ്ഥാനമാണ് നമ്മുടെ ഇന്ത്യ. അപ്പൊ സൗരോർജ്ജ ഉൽപാദനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ചൈനയാണ്. 2ാം സ്ഥാനം യൂറോപ്യൻ യൂണിയന്, 3ാം സ്ഥാനമാണ് ഇന്ത്യ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ് യൂസഫ് അലി കേച്ചരി മ്യൂസിക് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ 2026 മഹാപ്രതിഭ പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. മഹാപ്രതിഭ പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. യൂസഫ് അലി കേച്ചേരി മ്യൂസിക് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ 2026 മഹാപ്രതിഭ പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ മെലാസ്റ്റോമറ്റേസി എന്ന സസ്യ കുടുംബത്തിൽ ഉൾപ്പെട്ട സസ്യത്തിന്റെ പേരാണ് സുന്ദരി ഇല. പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ മെലാസ്റ്റോമറ്റേസി എന്ന സസ്യ കുടുംബത്തിൽ ഉൾപ്പെട്ട സസ്യത്തിന്റെ പേരെന്താണ്? സുന്ദരി ഇല. ഇന്ത്യൻ സസ്യശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? വില്യം റോക്സ്ബർഗ് ആണ് ഇന്ത്യൻ സസ്യശാസ്ത്രത്തിന്റെ പിതാവ്. വില്യം റോക്സ്ബർഗ് ആണ്. വിദ്വേഷ പ്രചാരണ സംഘങ്ങളെയും അവയെ പിന്തുണക്കുന്നവരെയും നിരോധിക്കുന്ന പുതിയ നിയമപ്രകാരം നവനാസി എന്നറിയപ്പെടുന്ന നാഷണൽ സോഷ്യലിസ്റ്റ് നെറ്റ്വർക്ക് സംഘത്തെ നിരോധിച്ച രാജ്യമാണ് ഓസ്ട്രേലിയ. വിദ്വേഷ പ്രചാരണ സംഘങ്ങളെയും അവയെ പിന്തുണക്കുന്നവരെയും നിരോധിക്കുന്ന പുതിയ നിയമപ്രകാരം നവനാസി എന്നറിയപ്പെടുന്ന നാഷണൽ സോഷ്യലിസ്റ്റ് നെറ്റ്വർക്ക് സംഘത്തെ നിരോധിച്ച രാജ്യം ഏതാണ്? ഓസ്ട്രേലിയയാണ്. വൈറ്റ് ഓസ്ട്രേലിയ എന്നും ഈ സംഘത്തിന് പേരുണ്ട്. സംഘത്തിന്റെ പേരെന്താണ്? നവനാസി എന്നറിയപ്പെടുന്ന നാഷണൽ സോഷ്യലിസ്റ്റ് നെറ്റ്വർക്ക് സംഘത്തെ നിരോധിച്ച രാജ്യം ഓസ്ട്രേലിയയാണ്. പശ്ചിമഘട്ട മലനിരകളിൽ കാണപ്പെടുന്ന എഴുത്താണി വളയൻ എന്നറിയപ്പെടുന്ന പാമ്പാണ് പവിഴപ്പാമ്പ്. പശ്ചിമഘട്ട മലനിരകളിൽ കാണപ്പെടുന്ന എഴുത്താണി വളയൻ എന്നറിയപ്പെടുന്ന പാമ്പ് ഏതാണ്? പവിഴപ്പാമ്പ്. അടുത്തിടെ വിവാദമായതും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ശാസ്ത്രീയ സർവേ നടത്തിയതുമായ ഭോജശാല സമുച്ചയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. അടുത്തിടെ വിവാദമായതും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ശാസ്ത്രീയ സർവേ നടത്തിയതുമായ ഭോജശാല സമുച്ചയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. കാരാക്കും മരുഭൂമിയിലെ നരക കവാടം ഗേറ്റ്സ് ഓഫ് ഹെൽ എന്നറിയപ്പെടുന്ന ദർവാസ ഗർത്തം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത് രാജ്യത്താണ്? തുർക്കുമെനിസ്ഥാനിലാണ്. കാരാക്കും മരുഭൂമിയിലെ നരക കവാടം എന്നറിയപ്പെടുന്ന ദർവാസ ഗർത്തം സ്ഥിതി ചെയ്യുന്ന രാജ്യം എവിടെയാണ്? തുർക്കുമെനിസ്ഥാൻ. ദർവാസ ഗർത്തം സ്ഥിതി ചെയ്യുന്നത് തുർക്കുമെനിസ്ഥാനിലാണ്. അടുത്തിടെ അമിത്ഷാ പുറത്തിറക്കിയ തുഷാർ മേത്തയുടെ പുതിയ പുസ്തകമാണ് ദി ബെഞ്ച്.
ദി ബാർ ആൻഡ് ദി ബിസയർ, ദി സൂപ്പർ ലോഫുൾ ആൻഡ് ദി ഓഫുൾ. അടുത്തിടെ അമിത്ഷാ പുറത്തിറക്കിയ തുഷാർ മേത്തയുടെ പുതിയ പുസ്തകമാണ് ദി ബെഞ്ച്, ദി ബാർ ആൻഡ് ദി ബിസയർ, ദി സൂപ്പർ ലോഫുൾ ആൻഡ് ഓഫുൾ. ഇത് ആരുടെ ബുക്കാണ്? തുഷാർ മേത്തയുടെ ബുക്കാണ്. ആരാണ് പുറത്തിറക്കിയത്? അമിത്ഷയാണ്. ജനന നിരക്കിലുണ്ടായ വലിയ കുറവ് പരിഹരിക്കുവാന് കുടുംബത്തിലെ മൂന്നാമത്തെ കുട്ടിക്കും 4ാമത്തെ കുട്ടിക്കും സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. 3ാമത്തെ കുട്ടിക്ക് 30,000 രൂപയും 4ാമത്തെ കുട്ടിക്ക് 40,000 രൂപയുമാണ് പ്രഖ്യാപിച്ചത്. ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി ആരാണ്? എൻ ചന്ദ്രബാബു നായിഡു ആണ്. ഇന്ത്യയുടെ UPI പ്ലാറ്റ്ഫോം സ്വീകരിച്ച ആദ്യത്തെ കരീബിയൻ രാജ്യമാണ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ. ഇന്ത്യയുടെ UPI പ്ലാറ്റ്ഫോം സ്വീകരിച്ച ആദ്യത്തെ കരീബിയൻ രാജ്യം ഏതാണ്? ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2026 മെയ്യിൽ സന്ദർശിച്ച രാജ്യമാണ് നെതർലാൻഡ്സ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2026 മെയ്യിൽ സന്ദർശിച്ച രാജ്യമാണ് നെതർലാൻഡ്സ്. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിന്റെ വനിതാ സിംഗിൾസ് കിരീടം സ്വന്തമാക്കിയ ഉക്രൈൻ താരമാണ് എലീന സ്വിറ്റോലിനൻ. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിന്റെ വനിതാ സിംഗിൾസ് കിരീടം സ്വന്തമാക്കിയ ഉക്രൈൻ താരമാണ് എലീന സ്വിറ്റോലിനൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി PM മിത്ര പാർക്ക് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനമാണ് തെലങ്കാന. പ്രധാനമന്ത്രി നരേന്ദ്രമോദി PM മിത്ര പാർക്ക് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം തെലങ്കാന. വനിതാ 2020 ക്രിക്കറ്റിലെ അതിവേഗ അർദ്ധ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ പാകിസ്ഥാൻ ടീം ക്യാപ്റ്റനാണ് ഫാത്തിമ സന. വനിതാ 2020 ക്രിക്കറ്റിലെ അതിവേഗ അർദ്ധ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ പാകിസ്ഥാൻ ടീം ക്യാപ്റ്റനാണ് ഫാത്തിമ സന. മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിലേറിയ ഡേറ്റാണ് 2026 മെയ് 18. മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിലേറിയ ഡേറ്റ് എന്നാണ് 2026 മെയ് 18. എത്രാമത്തെ മന്ത്രിസഭയാണിത്? 16ാമത്തെ മന്ത്രിസഭയാണ്. കേരളത്തിന്റെ 16ാമത് മന്ത്രിസഭയാണിത്. ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യ ആന സംഘർഷ പഠന ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്ന ടൈഗർ റിസർവാണ് പലാമു ടൈഗർ റിസർവ്, ജാർഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യ ആന സംഘർഷ പഠന ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്ന ടൈഗർ റിസർവാണ് പലാമു ടൈഗർ റിസർവ്, ജാർഖണ്ഡ്. അന്താരാഷ്ട്ര ക്യാപ്റ്റഗൺ മയക്കുമരുന്ന് കടത്ത് ശൃംഖലക്കെതിരെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ റേജ്പിൽ. RAGEPILL റേജ്പിൽ. അന്താരാഷ്ട്ര ക്യാപ്റ്റഗൺ മയക്കുമരുന്ന് കടത്ത് ശൃംഖലക്കെതിരെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ റേജ്പിൽ. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ എവറസ്റ്റ് മനുഷ്യൻ എന്നറിയപ്പെടുന്ന നേപ്പാളി പർവ്വതാരോഹകൻ കാമി റിത ശർപ്പയാണ്. 32ാമത് തവണയാണ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത്. 2026 മെയ് 17 കാമി റിത ശർപ്പ ആദ്യമായിട്ട് എവറസ്റ്റ് കീഴടക്കിയത് 1994. എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം 8848.86 മീറ്ററാണ്. 32ാമത് തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത് കാമി റിത ശർപ്പയാണ്. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ മനുഷ്യനാണ് എവറസ്റ്റ് മനുഷ്യൻ എന്നറിയപ്പെടുന്നതാണ് കാമി റിത ശർപ്പയാണ്. 32 തവണയാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ് കേരളത്തിന്റെ പുതിയ അഡ്വക്കേറ്റ് ജനറലായി നിയമിതനായത് ജാജു ബാബു. ജാജു ബാബു ആണ് കേരളത്തിന്റെ പുതിയ അഡ്വക്കേറ്റ് ജനറലായി നിയമിതനായത് ജാജു ബാബു ആണ്. കേരളത്തിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അതായത് DGP ആയി ചുമതലയേറ്റത് അഡ്വക്കേറ്റ് T ആസഫ് അലിയാണ്. കേരളത്തിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ T ആസഫ് അലിയാണ്. അഡ്വക്കേറ്റ് ജനറൽ ആണെങ്കിൽ ജാജു ബാബു ആണ് അഡ്വക്കേറ്റ് ജനറൽ. AG ഏത്? ജാജു ബാബു. DGP ആണ് T ആസഫ് അലി. AI അധിഷ്ഠിത ഹെൽപ്പ് നോട്ട് അഭയ് ആരംഭിച്ചത് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. CBI ആണ് ആരംഭിച്ചത്. AI അധിഷ്ഠിത ഹെൽപ്പ് ബോർഡുള്ള അഭയ് ആരംഭിച്ചത് CBI ആണ്, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണമായ എബോളയുടെ ബുൻഡിബുഗോ വകഭേദം പടർന്നു പിടിച്ച രാജ്യങ്ങളാണ് കോങ്കോ ആൻഡ് ഉഗാണ്ട. ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണമായ എബോളയുടെ ബുൻഡിബുഗോ വകഭേദം പടർന്നു പിടിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? കോങ്കോ ആൻഡ് ഉഗാണ്ട. സ്വീഡന്റെ പരമോന്നത ബഹുമതിയായ റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ നൽകി ആദരിച്ചത് നരേന്ദ്രമോദിയാണ്. സ്വീഡന്റെ പരമോന്നത ബഹുമതിയായ റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ എന്നുള്ളത് ഏത് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയാണ്? സ്വീഡന്റെ പരമോന്നത ബഹുമതിയാണ് നരേന്ദ്രമോദിക്ക് നൽകി ആദരിച്ചത്. റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ നൽകി ആദരിച്ചത് നരേന്ദ്രമോദിയാണ്. ചെന്നൈ അടയാർ നദിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ തമിഴ് സിനിമയിലെ മുതിർന്ന നിർമ്മാതാവും സംവിധായകനുമായ വ്യക്തിയാണ് K. രാജൻ. ചെന്നൈയിൽ അടയാർ നദിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ തമിഴ് സിനിമയിലെ മുതിർന്ന നിർമ്മാതാവും സംവിധായകനുമായ വ്യക്തിയാണ് K. രാജൻ. ഒരു IPL സീസണിലെ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന ഇന്ത്യൻ താരമാണ് വൈഭവ് സൂര്യവംശി. ഒരു IPL സീസണിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന ഇന്ത്യൻ താരമാണ്
വൈഭവ് സൂര്യവംശിയാണ്. ഹെയ്ത്തിയുടെ ലോകകപ്പിനായുള്ള 26 അംഗ ടീമിൽ ഉൾപ്പെട്ട കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന് വേണ്ടി കളിച്ച താരമാണ് ഡെക്കൻസ് നാസോൺ. ഹെയ്ത്തിയുടെ ലോകകപ്പിനായുള്ള 26 അംഗ ടീമിൽ ഉൾപ്പെട്ട കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന് വേണ്ടി കളിച്ച താരമാണ് ഡെക്കൻസ് നാസോൺ. കേരളത്തിലെ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യമായ യാത്ര അനുവദിക്കുന്നത് ജൂൺ 15 മുതലാണ്. പുതിയ ഓർഡിനൻസ് പ്രകാരം ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ സുപ്രീം കോടതിയിലെ ആകെ ജഡ്ജിമാരുടെ എണ്ണം 38ആണ്. പുതിയ ഓർഡിനൻസ് പ്രകാരം ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ സുപ്രീം കോടതിയുടെ ആകെ ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ്? 38. 14ാം നൂറ്റാണ്ടിലെ ചരിത്രപ്രധാനമായ ആനമംഗലം ചോള ചെപ്പേടുകൾ, അതായത് ലെയ്ഡൻ പ്ലേറ്റുകൾ ഇന്ത്യക്ക് ഔദ്യോഗികമായിട്ട് തിരികെ നൽകിയ രാജ്യമാണ് നെതർലാൻഡ്സ്. 11ാം നൂറ്റാണ്ടിലെ ചരിത്രപ്രധാനമായ ആനമംഗലം ചോള ചെപ്പേടുകൾ, അതായത് ലെയ്ഡൻ പ്ലേറ്റുകൾ ഇന്ത്യക്ക് ഔദ്യോഗികമായിട്ട് തിരികെ നൽകിയ രാജ്യം നെതർലാൻഡ്സ്. ഗുജറാത്തിലെ ജലസേചന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയായ കാൽപസാർ പ്രൊജക്ടിന് സാങ്കേതിക സഹായം നൽകുന്നതിനായി ഇന്ത്യയുമായി സഹകരണ കരാറിൽ ഒപ്പുവെച്ചത് നെതർലാൻഡ്സ്. കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം 2025 ഇന്ത്യയിൽ കയറ്റുമതി വരുമാനത്തിലും 1ാം സ്ഥാനം നിൽക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം 2025 ഇന്ത്യയിൽ കയറ്റുമതി വരുമാനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. 2ാം സ്ഥാനം മഹാരാഷ്ട്ര, 3ാം സ്ഥാനം തമിഴ്നാടാണ്. ഇന്ത്യയിലെ കയറ്റുമതി വരുമാനത്തിൽ 1ാം സ്ഥാനം നിൽക്കുന്നത് ഗുജറാത്ത്, 2ാം സ്ഥാനം മഹാരാഷ്ട്ര, 3ാം സ്ഥാനമാണ് തമിഴ്നാട്. 2026 ജൂണിൽ തുർക്കിയിലെ ഇസ്താംബൂളിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ സീറോ വേസ്റ്റ് ഫോറത്തിൽ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് പങ്കെടുക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരമാണ് വർക്കല. തുർക്കിയിലെ ഇസ്താംബൂളിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ സീറോ വേസ്റ്റ് ഫോറത്തിൽ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് പങ്കെടുക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരം ഏതാണ്? അത് വർക്കലയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തിറക്കിയ 2024-25 വർഷത്തെ പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സിൽ കേരളം നേടിയ ഗ്രേഡാണ് പ്രചസ്റ്റ 2. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തിറക്കിയ 2024-25 വർഷത്തെ പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സിൽ കേരളം നേടിയ ഗ്രേഡാണ് പ്രചസ്റ്റ 2. ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യത്തെ വനിതാ ക്യാറ്റ് എ ക്വാളിഫൈഡ് ഫ്ലൈയിങ് ഇൻസ്ട്രക്ടറാണ് സ്ക്വാഡ്രൺ ലീഡർ സാനിയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യത്തെ വനിതാ ക്യാറ്റ് എ ക്വാളിഫൈഡ് ഫ്ലൈയിങ് ഇൻസ്ട്രക്ടർ സ്ക്വാഡ്രൺ ലീഡർ സാനിയ. കേരള സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പഠിച്ച് ധവളപത്രം തയ്യാറാക്കാൻ രൂപീകരിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷനാണ് ഡോക്ടർ KM ചന്ദ്രശേഖർ. കേരള സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പഠിച്ച് ധവളപത്രം തയ്യാറാക്കാൻ രൂപീകരിച്ച ഉന്നതതല സമിതിയുടെ അധ്യക്ഷനാണ് ഡോക്ടർ KM ചന്ദ്രശേഖർ. ഓസ്ട്രേലിയൻ ആഭ്യന്തര T20 ടൂർണമെന്റായ ബിഗ് ബാഷ് ലീഗിന്റെ ഉദ്ഘാടന മത്സരത്തിന് വേദിയാകാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ സ്റ്റേഡിയമാണ് MA ചിദംബരം സ്റ്റേഡിയം, ചെപ്പോക്ക് സ്റ്റേഡിയം, ചെന്നൈ. ഓസ്ട്രേലിയൻ ആഭ്യന്തര T20 ടൂർണമെന്റായ ബിഗ് ബാഷ് ലീഗിന്റെ ഉദ്ഘാടന മത്സരത്തിന് വേദിയാകാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ സ്റ്റേഡിയമാണ് MA ചിദംബരം സ്റ്റേഡിയം, ചെന്നൈ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത് ബാംഗ്ലൂർ ടു മുംബൈയാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത് ബാംഗ്ലൂർ ടു മുംബൈയാണ്. 2026 മെയ് മാസത്തിൽ ഗ്ലാൻഡേഴ്സ് ഡിസീസ് എന്ന കുതിരപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇന്ത്യൻ നഗരം ചെന്നൈ. ഗ്ലാൻഡേഴ്സ് ഡിസീസ് എന്ന കുതിരപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ചെന്നൈയിലാണ്. 2026 ഇംഗ്ലീഷ് FA കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് മാഞ്ചസ്റ്റർ സിറ്റിയാണ് FA കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത്. താങ്ക് യു.